ഹായ്, ഞാനിപ്പോൾ ഉള്ളത് പള്ളിക്കുന്ന് നാച്ചുറൽ ഫ്ലോർ കളക്ഷൻസ് ഷോറൂമിലാണ്. മാനേജിംഗ് പാർട്ണറായ ആഷിഖ് ലംബേദ് സാറിനെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അബ്ദുൽ സലാം സാറെ പരിചയപ്പെടാം. ഹായ്, ഞാൻ ആഷിഖ് ലംബേദ് ആണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ മാർബിൾ ഇൻഡസ്ട്രിയിലെ ഒരു ഐക്കോൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, നമ്മുടെ സലാംക്കയാണ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് 35 ഇയേഴ്സ് ആയിട്ട് മാർബിൾ ഇൻഡസ്ട്രിയിൽ മാർബിളിൻ്റെ ഒരു ഫേസ് തന്നെയാണ് സലാംക്ക. സലാംക്കയുടെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് അന്വേഷിക്കാം. അപ്പൊ സലാംക്ക, നമ്മളിപ്പോ ഒരു മാർബിൾ ഓൾറെഡി സെലക്ട് ചെയ്യുന്ന കരുതാം. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അത് വിരിക്കലാണല്ലോ. അപ്പൊ ആ വിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് മാർബിൾ വിരിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് വരാറുണ്ട്, ഫില്ലിങ് കൂടുതലായി കാണാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല ഒരു ഫിനിഷിംഗിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എക്സ്പെർട്ട് പണിക്കാരായിരിക്കണം. പണിക്കാർ പഴയ നല്ല എക്സ്പെർട്ട് പണിക്കാർ മാത്രമേ നടക്കൂ. ടൈൽസ് ഇടുന്ന മാർബിൾ വർക്കേഴ്സിന് മാർബിൾ അത്ര യോജിക്കുന്നതല്ല. നല്ല വർക്കേഴ്സിനെ വെച്ചിട്ട് കെമിക്കൽ നല്ലോണം യൂസ് ചെയ്യാം. നല്ലോണം കെമിക്കൽ അണ്ടർ കോട്ട് ചെയ്യണം, മേലെ എപ്പോർച്ച് ചെയ്യണം, ജോയിന്റ് ഫില്ലർ കൊടുക്കണം. ഇവ കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ ശരിക്കും നല്ല വർക്കേഴ്സാണ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ അടിയിൽ നിന്നുള്ള കറകള് അല്ലെങ്കിൽ മുകളിൽ നിന്ന് കറകള്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? അത് ഒഴിവാക്കുമ്പോൾ അടിയിൽ കൃത്യമായിട്ട് അണ്ടർ കോട്ട് ചെയ്യണം. അണ്ടർ കോട്ട് ചെയ്ത് ശരിക്കും അത് ഡ്രൈ ആവണം. 24 hours വെച്ചിട്ട് മാത്രമേ ശരിക്കും അത് ഡ്രൈ ആവുള്ളൂ. അതിനുശേഷം മാത്രമേ അത് ലെഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം 2 കോട്ടടിച്ചതിന് ശേഷം എപ്പോസ് ചെയ്യണം, എക്സ്പോസ് ചെയ്യണം, ജോയിന്റ് ഫില്ലർ കൊടുക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ശരിക്കും മാർബിളിന്റെ ആ പോളിഷ് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടുള്ളൂ.